ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹേമന്ത് ഗോകുലിനോട് പറയണേ, എന്തായാലും ഞാനൊന്ന് വാഷ്റൂമിൽ പോട്ടെ എന്നും പറഞ്ഞിട്ട് വാഷ്റൂമിലോട്ട് പോകും വഴിയാണ് ഇന്ദ്രൻ നിന്ന് കുടിക്കുന്നത് കാണുന്നു കേട്ടോ. ഇന്ദ്രനെ കാണുന്നതിനോടുകൂടി ഹേമന്ത് ഒന്ന് ഞെട്ടിപ്പോകാണ്. പിന്നീട് അവിടെ നിന്ന് ഓടി വന്ന് ഗോകുൽ, നീ ഇപ്പൊ പറഞ്ഞ കക്ഷി ഏതാ അവിടെ നിൽക്കുന്നു? ആര്? ഇന്ദ്രനോ? അതെ, ഇന്ദ്രൻ തന്നെ. അവനിപ്പോ വിഷുവിന്റെ തലേന്നാൾ ഇവിടെയോ? എന്നാ അങ്ങനെ അങ്ങ് വെറുതെ വിട്ടാ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് ഇന്ദ്രന്റെ അരികിലോട്ട് ഗോകുൽ വരികയാണ് കേട്ടോ. പിന്നീട് ഗോകുല് അവിടെ നിന്ന് ഒരു ക്ലാസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രനാണെങ്കിലും ശ്രദ്ധിക്കുന്നില്ല. ഇതേ സമയം ഇത് പാര് ഇന്ദ്രന് ഹാപ്പി വിഷു എന്നൊക്കെ പറയും, സെയിം ടു യു എന്നൊക്കെ തിരിച്ചു പറയുന്നു കേട്ടോ ഇന്ദ്രൻ. അങ്ങനെ എന്താപ്പത് വിഷുവിന്റെ തലേ ദിവസം സാധാരണ നീ പഞ്ചരത്നത്തിലോട്ടാവല്ലോ പോവാറ്, ഇത്തവണ നിന്നെ പഞ്ചരത്തിൽ നിന്നും അടിച്ചു പുറത്താക്കിയില്ലേ എന്ന് ആ കുത്തും കൊണ്ട് ഒരു വാക്ക് പറയുമ്പോ തന്നെ ഇന്ദ്രന്റെ പിടി വിട്ടു പോകുന്നുണ്ട് കേട്ടോ. തന്റെ ക്ഷമയെ പരീക്ഷിക്കുന്ന ആ പറച്ചിലാണ് ഗോകുൽ പറയുന്നത്. എന്താ ഇന്ദ്ര, നിന്റെ ജീവിതം ഇന്നിപ്പോ ഗോവിന്ദ ആവാൻ കാരണം നിന്റെ അമ്മയാണ് എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ നിനക്ക് എന്റെ അമ്മയോട് വൈരാഗ്യമുണ്ടെന്ന് എനിക്കറിയാം, എന്റെ അമ്മയുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെ. പക്ഷേ അത് വെച്ച് നീ എന്റെ അമ്മയെ ഇപ്പൊ ഇവിടെ വലിച്ചഴക്കണ്ട. പിന്നെ ഞാൻ എന്ത് പറയണം? നിന്റെ ജീവിതം ഇന്ന് തകരാൻ അവർ തന്നെയാണ് കാരണം. നിന്റെ അമ്മ കാരണം ഒരുപാട് പേരുടെ ജീവിതം തകർന്നിട്ടുണ്ടല്ലോ. അത് കേട്ട ഉടനെ തന്നെ ഗോകുൽ, നിന്റെ പെങ്ങളോട് എന്റെ അമ്മ ചെയ്ത തെറ്റ് തന്നെ. ഇനി നിന്റെ പെങ്ങളുടെ അടുത്തോട്ട് ഒരിക്കലും നിന്റെ അമ്മ വരില്ല എന്ന് പറയട്ടോ. നിന്റെ വാക്ക് ആർക്ക് വേണടാ? നിന്റെ അമ്മയെ ഇന്ന് വരെ നിനക്ക് പിടിച്ചു കെട്ടാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ പറ്റുകയായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ജീവിതം അവർ തകർത്തിരുന്നില്ല. ഇന്ന് നിന്റെ കുഞ്ഞും അതുപോലെ നിന്റെ ഭാര്യയും പഞ്ചരത്നത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? നിന്റെ പിടിപ്പുകേട് മാത്രമല്ല, നിന്റെ അമ്മയെ നീ സ്വാതന്ത്ര്യത്തോടു കൂടി അഴിച്ചുവിട്ടത് കൊണ്ട് തന്നെ അവരെ ഇനി സ്വാതന്ത്ര്യത്തോടു കൂടി അഴിച്ചുവിട്ടാലുണ്ടല്ലോ ഞങ്ങളെല്ലാവരും നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ, ഞാൻ എൻ്റെ അമ്മയും ഞാനുമായി പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, നീയും എൻ്റെ അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അവരെന്റെ അമ്മയാണ്, അത് നീ മനസ്സിലാക്കണം. അമ്മ തന്നെയാണ്, പക്ഷെ നിന്റെ അമ്മയെ നീ ഇനി ഒതുക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ ഒതുക്കും. അത് കല്ലെറിഞ്ഞോ വേറെ തരത്തിലോ ആയിരിക്കും. അത് വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയെ ഒതുക്കി നിർത്തിക്കട്ടോ. ഇനി മേലാൽ എന്റെ പെങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ജീവിതത്തിലോട്ടോ വന്നാൽ ഈ ഗോകുല് പഴയ ഗോകുലാവുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന എടാ, നീ എൻ്റെ അമ്മയെ കുറിച്ചാണ് പറയുന്നത്, അത് നീ ഓർക്കുന്നത് നല്ലത്. എൻ്റെ അമ്മയ്ക്ക് എത്ര ഭ്രാന്താണെങ്കിലും എന്താണെങ്കിലും എൻ്റെ അമ്മയെ മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അല്ലാതെ ആവില്ല എന്ന് പറയട്ടോ. നിന്റെ അമ്മ സ്നേഹം കൊണ്ടാണല്ലോ നിന്റെ കുടുംബജീവിതം ഇങ്ങനെയൊക്കെ തകർന്നത്. ഗൂഗിളെ, നല്ലൊരു ദിവസമായി, വെറുതെ നമ്മൾ തമ്മിൽ വഴക്കിരുന്ന. ഞാനും അത് തന്നെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് പോകുമ്പോ ഇന്ദ്രൻ ഇങ്ങനെ പോവാൻ ഒരുങ്ങുമ്പോ ഗോകുലിന്റെ കൂട്ടുകാർ അവിടെ നിന്ന്, നീ എന്താടാ ഗോകുലിന്റെ അനിയത്തിയോട് ചെയ്ത്? നിന്റെ അമ്മ എന്താടാ ചെയ്ത്? ഇതാണോ നീ കക്ഷി എന്നൊക്കെ പറഞ്ഞു. നീ ആരടാ ചോദ്യം ചെയ്യാൻ എന്ന് ഇന്ദ്രൻ ചോദിക്കാണ്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഗോകുലിന്റെ കൂട്ടുകാർ, നിനക്ക് എന്നെ ചോദ്യം ചെയ്യണോ? എന്നാൽ ഞാൻ ഒരു ഗ്ലാസും കൂടി കുടിച്ചിട്ട് വരാം. ഈ ഇന്ദ്രൻ ആരാണെന്ന് നിനക്കറിയാം. അപ്പോഴേക്ക് ഹേമന്ത്, ഇന്ദ്രട്ടാ ഇവിടെ ഗോകുൽ സങ്കടത്തോടു കൂടി പറഞ്ഞതാണ്. ഗോകുലിന്റെ സങ്കടം കണ്ടപ്പോൾ ഇവർ ഇതിൽ ഇടപെട്ടു. എന്തായാലും അത് മാപ്പാക്കിയേ കേന്ദ്രട്ടം പൊയ്ക്കോ എന്ന് പറയട്ടോ. ഈ സമയം ഗോകുൽ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ഗോകുൽ പറയണേ, എടാ നിന്നെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ ഒതുങ്ങിയിരിക്കുന്നത്, പഴയ ഗോകുലോട്ട് നീ ഒരിക്കലും എന്നെ കൊണ്ടുവരരുത്. നിന്റെ അമ്മയെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ പിടിച്ചു കെട്ടും, അതിനും കഴിയുമെന്ന് പറയുമ്പോൾ എന്നെ പഴയ ഇന്ദ്രനാക്കരുത്. കാരണം എൻ്റെ അമ്മയെ കുറിച്ച് ആരെങ്കിലും അസഭ്യ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കാൻ എനിക്കും അറിയാമെന്നൊക്കെ ഇന്ദ്രനും പറയാനേട്ടോ. പിന്നീടാണെങ്കിൽ അവരങ്ങനെ പോകുന്നു. എന്നാൽ ഈ സമയം സോനയും ശ്യാമിനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ മരുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷുവിന്റെ ആ ഒരു പടക്കം പൂത്തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് സത്യനും ഈ പറയുന്ന പ്രതിഭയും കയറി വരുന്നത്. അപ്പൊ ഭാനുമയും സുശീലയുണ്ട്. പക്ഷെ സുശീലക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നില്ല. മുഖമൊക്കെ ഇങ്ങനെ കനപ്പിച്ച് പിടിച്ചു. ഇവരുടെ ഒരു ആഘോഷം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഭാനുമയുടെ അടുത്തോട്ട് പ്രതിഭയും സത്യനും വന്നിട്ട് പറയണേ, ഇതാ നിങ്ങൾക്ക് വിഷുക്കോടി എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പൊ അത് കേട്ടോടുന്ന, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന മക്കളെ, സാധാരണ വിഷുവിന്റെ തലേദിവസം തന്നെ ഭാര്യ വീട്ടിലോട്ട് പോവല്ലോ, അങ്ങനെയായിരുന്നല്ലോ അനുപമയും ഇന്ദ്രനും. മാരണം ഇവിടെ നിന്ന് പോയപ്പോ തന്നെ അങ്ങനെ ഒരു ഇതിന് കുറെ സമാധാനമുണ്ട് എന്ന് സുശീല പറയാനിട്ട്. ഇത് കേൾക്കുന്നതിനോട് കൂടി ഭാനുമക്ക് അങ്ങ് ദേഷ്യം പിടിക്കാന്, എന്തിനാ എന്റെ സുശീലെ നീ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത്? നീ നിന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് അനുപമയെ തുടച്ചു നീക്കാൻ ശ്രമിക്കുമ്പോ നിന്റെ മകൻ ചെയ്യേണ്ട കടമകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതല്ല നിങ്ങൾ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയണ്ട. എനിക്കിപ്പോ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾ ഇവിടുത്തെ വിഷുക്കോട് കിട്ടാൻ വന്നിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ചിട്ട് അങ്ങ് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ
ഞാനൊരു കാര്യം പറയാം, നിന്റെ മകനുണ്ടല്ലോ, നിന്റെ മകൻ ഇന്ന് അനുപമയെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് വന്നിരുന്നു. അനുപമക്കും അവന്റെ മകനും അവൻ വിഷുക്കൂടി കൊടുത്തിരിക്കുന്നു എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന സുശീലയുടെ കിളി ആകെ പോവാണ്. ഈശ്വര, തനിക്ക് താങ്ങാനാവാത്ത അത്രയും വലിയൊരു സത്യം അറിഞ്ഞപ്പോ അത് കണ്ടു നിൽക്കാൻ സുശീലയ്ക്ക് കഴിയില്ല, കേൾക്കാനും കഴിയില്ല. അപ്പോഴാണ് ഇന്ദ്രൻ കടന്നു വരുന്നത്. അങ്ങനെ ഇന്ദ്രൻ കുടിച്ച് ലക്ക് കേട്ടിട്ടുണ്ട്. ഇന്ദ്രനാണെങ്കിലോ ഭാനുമയെ കണ്ടോടുന്നിട്ട്, ആ ഭാനുമ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അനുപമ വിഷുക്കോടി കൊണ്ടു കൊടുത്തപ്പോ എന്റെ മുഖത്തോട്ട് വലിച്ചെറിഞ്ഞ പോലെ എനിക്ക് തിരിച്ചു തന്നു എന്ന്. അപ്പൊ അതുകൊണ്ട് അമ്മയും കൂടി അറിഞ്ഞോട്ടെ. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ മറച്ചു വെക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം തുറന്നു പറയാണ്. ഞാൻ അവൾക്ക് വിഷുക്കോടി കൊടുക്കാൻ പോയി, പക്ഷെ അവളെ എനിക്കിത് തന്നു. എന്തായാലും എനിക്ക് ഈ വിഷുക്കോടി എന്നേക്കുമായി എനിക്ക് ഓർത്തു വെക്കണം. അവള് തിരികെ തന്നതാണ്. ഇത് മതി ഇന്ദ്രന് ജീവിക്കാൻ. എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയല്ലോ. അത് കേൾക്കുന്ന സുഷീലൊക്കെ അങ്ങ് ഭ്രാന്ത് പിടിക്കണം. എന്തൊരു വൃത്തികെട്ട സംസാരമാണ് ഇവൻ സംസാരിക്കുന്ന എന്ന രീതിയിൽ ആ വിഷുക്കോടി കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിച്ചിട്ട് പിന്നീട് അവിടെ ഇരിക്കുന്ന ആ തീയിൽ അങ്ങ് കാണിക്കാണ് കേട്ടോ. അതങ്ങ് കത്തിക്കാണ്. എന്താ അമ്മ ഈ കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും സുഷീൽ അത് കത്തിച്ച് കളയുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർക്കെല്ലാം അത് കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇന്ദ്രനെ ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. പിന്നീട് സുഷീൽ അകത്തോട്ട് പോകുന്നു കേട്ടോ. പിന്നീട് അനന്തമാഷിനെയും മക്കളൊക്കെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ നന്നായി പടക്കവും പൂത്തിരിയൊക്കെ ഇങ്ങനെ കത്തിച്ചും പൊട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ സമയം കാണാം പെട്ടെന്ന് മഞ്ചാടി അതിനിടയിൽ നിന്ന് ആർക്കോ ഫോണിൽ ചാറ്റ് ചെയ്യുന്നു. എന്നാൽ അത് രഘു നോക്കുന്നുണ്ട്, ദാസു നോക്കുന്നുണ്ട്, ഈ പറയുന്ന വിനയനും ശബരി നോക്കുന്നുണ്ട്. ഇവർ മറ്റുള്ളവർ ആർക്കും അറിയില്ലല്ലോ. അങ്ങനെ രഘു പതുക്കെ മഞ്ചാടി എടുത്ത്, നീ എന്താണ് ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്, അവിടെ പോയി നിൽക്കുകയെന്ന് പറയണ്ട കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ മഞ്ചാടി തിരികെ വരികയാണ്. പിന്നീടാണെങ്കിൽ അനുപമ പെട്ടെന്ന് അനുപമയായിട്ട് പിടിവിട്ടു പോവാണ്. അനുപമ ഫ്രണ്ടിലോട്ട് കയറി വരണം. അങ്ങനെ അനുപമ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് മാഷി കാണുകയാണ്. അപ്പൊ മാഷി, എന്താ മോളെ ഇനി ഇങ്ങനെ മാറി നിൽക്കുന്നത്, അവരുടെ ഒപ്പം അത് കത്തിക്കാൻ കൂടെ എന്ന് പറഞ്ഞിട്ട് തിരികെ പറഞ്ഞയക്കുന്നു കേട്ടോ. പക്ഷേ അനുപമയുടെ മുഖത്തൊരു തെളിച്ചമില്ല. പിന്നീട് കാണിക്കുന്നത് ജീവരാജിനെയാണ്. ജീവരാജ് ചാറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഇങ്ങനെ മഞ്ചാടിക്ക് അയച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ആഷിഫ് ഉണ്ട്. അപ്പൊ ആഷിഫ് വന്നിട്ട് പറയണേ, എടാ നീ കെട്ടിപ്പിടുത്ത ഉമ്മ കൊടുക്കലൊക്കെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മഞ്ചാടി ആ ടൈപ്പല്ല. അപ്പൊ കാമുകൻ കാമുകിക്ക് എന്താ പരിപാടി, ഞങ്ങളെ കാമുകി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് വേറെ വിധമാണ്. അപ്പൊ അവൾക്ക് നിന്നെ പേടിച്ചിട്ടാണ്, നിനക്ക് അവളെ പേടിച്ചിട്ടാണോ നിങ്ങളിപ്പോൾ ഈ രജിസ്റ്റർ മാരേജിന് ഒരുങ്ങുന്നത്? അതൊരു ഉറപ്പിന് വേണ്ടിയാണ്. ഉറപ്പ് ഞങ്ങൾക്ക് രണ്ടാൾക്കിടയിലില്ല. കാരണം അവളുടെ അച്ഛൻ അവൾക്ക് നല്ലൊരു വെടിക്കെട്ട് നാളെ പൊട്ടിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ പൊട്ടിക്കുന്നത് അവളുടെ കല്യാണക്കാരെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ ഉറപ്പിന് വേണ്ടി മാത്രമാണ് ഈ രജിസ്റ്റർ മാരേജ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും പിരിയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ജീവിതം തുടരുന്നത് രണ്ടുപേർക്കും ജോലി ആയതിനു ശേഷം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ഈ സമയം എന്തായാലും അവളുടെ വീട്ടുകാർ ഈ സത്യം അറിയുന്നതിന് മുന്നേ നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൂട്ടിക്കോ. കാരണം മുന്നോട്ട് പോകുമ്പോൾ സൂക്ഷിച്ചു വേണം. കാരണം അവരുടെ വീട്ടുകാർ നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല. അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആഷിഫ് അലിയുടെ ആ പറച്ചിൽ ജീവരാജിന്റെ ഉള്ളൊന്ന് ഉലയുന്നു കേട്ടോ. അങ്ങനെ ജീവരാജ് കണ്ണാടിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീടാണെങ്കിലോ അനുപമയാണ് കാണിക്കുന്നത്. അനുപമ ഇങ്ങനെ ഉറങ്ങുന്നില്ല. അനുപമക്ക് ഉറക്കം കിട്ടുന്നില്ല. തൻ്റെ ഉറക്കം കിടത്തുന്ന ഇന്ദ്രന്റെ വരവാണ് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രൻ പഞ്ചരത്നത്തിലേക്ക് പടി കടന്നിട്ട് വിഷുക്കോടിയുമായി അനുപമയുടെ മുന്നിലോട്ട് പൊടിച്ച് നെക്ക് കെട്ട് വരുന്നത് കേട്ടോ. ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.